എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ നമ്മുടെ ജ്യോതിർലിംഗ യാത്രയുടെ 5ാമത്തെ ദിവസത്തിലാണ്. ഇന്ന് നമുക്ക് ഇവിടെ ബാബാ ബദിയാനാഥ് പോയി തൊഴണം. അപ്പൊ നമ്മുടെ ജ്യോതിർലിംഗത്തിൽ 2ാമത്തെ ജ്യോതിർലിംഗമാണ്. ആദ്യം മല്ലികാർജുന കഴിഞ്ഞു, അതിന്റെ ഇടയ്ക്ക് മറ്റുള്ള ക്ഷേത്രം. ഇത് നമ്മുടെ 2ാമത്തെ ജ്യോതിർലിംഗമാണ്. അത് മാത്രല്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാശിക്ക് പോകണം. അടുത്ത ജ്യോതിർലിംഗമായിട്ടുള്ള കാശിക്ക് രാത്രിയോടെ എത്തുള്ളൂ. അതെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മളിന്ന് ഫുഡ് രാവിലെ പുറത്തുനിന്നാണ് അല്ലെ? പുറത്തുനിന്നാണ്. ഇന്നലെ രാത്രി പുറത്ത്, ഇന്ന് ഉച്ചയ്ക്കും പുറത്തുനിന്നായിരിക്കും. കാരണം നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു നമ്മുടെ റൂം കേട്ടോ. അത് കാണിച്ചല്ലേ ഇന്നലെ രാത്രിയിൽ? ഇല്ലില്ല, ഇന്നലെ ഫുഡ് കഴിച്ചു മാത്രം. അത് ടോയ്ലറ്റ്, നമ്മുടെ റൂം. സത്യം പറഞ്ഞാൽ ഒരു ഒപ്പിക്കലാണ്, അല്ലാതെ വലിയ അടിപൊളിയല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് പെട്ടെന്ന് വന്ന് രാത്രി 9:30 വന്നപ്പോൾ കിട്ടിയ ഒരു റൂം എടുത്തു. 10,500 രൂപ AC കിട്ടും. അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ 5ാം ദിവസം ആരംഭിക്കുന്ന 2690 കിലോമീറ്ററിലാണ് ഇപ്പോൾ നമ്മൾ ബാബാ ബദിയാനാഥിലേക്കുള്ള യാത്രയാണ്. ഇവിടെ നിന്ന് ഒരു 2.25 മണിക്കൂറാണ് കാണിക്കുന്നത്. പോണ വഴിയിലെ കാഴ്ചകൾ കാണാം. നമ്മളങ്ങനെ വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞിരിക്കുന്നു. ജാർഖണ്ഡിലെ രാവിലെ തന്നെ നമ്മൊരു സംസ്ഥാനം നേരെ കടന്ന് ഇന്ന് നമ്മ ഏകദേശം 3 സംസ്ഥാനം, ആകെ 4 സംസ്ഥാനത്തിലൂടെ യാത്ര ചെയ്യും. ഇപ്പൊ വെസ്റ്റ് ബംഗാളിലൂടെ യാത്ര ചെയ്ത് ഇനിയിപ്പോ ജാർഖണ്ഡാണ്, അത് കഴിഞ്ഞാൽ ബീഹാർ, അത് കഴിഞ്ഞാൽ UP. അങ്ങനെ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് ഒറ്റ ദിവസം യാത്ര ചെയ്യും നമ്മൾ. ഇന്ന് രാത്രിയോടെ നമുക്ക് വാരണാസി എത്തണം. ഇപ്പൊ നമ്മ ജാർഖണ്ഡിലാണ്. തെർമലാണ് അത്. ഇന്നലെ നമ്മ വന്ന വഴിക്ക് അത്രയും നേരം ഇരുട്ടുള്ള ഒരു സ്ഥലം, പെട്ടെന്ന് അവിടെ നോക്കുമ്പോ ഭയങ്കര ലൈറ്റ്. ഏകദേശം മറ്റേ KGF റോക്കി ബൈയുടെ സ്ഥലം അതേപോലത്തെ കുറെ സ്ഥലം, ഏക്കർ കണക്കിന് സ്ഥലം. അത് ആ കാടിന്റെ അവിടെ ഫുള്ള് ഇരുട്ട്, മുകളില് നല്ല വെട്ടം. എന്താണെന്ന് നമുക്ക് മനസ്സിലാകണ്ടായില്ല. തെർമൽ പവർ സ്റ്റേഷൻ ആയിരുന്നു അത്. നമ്മുടെ ഹരീഷ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു തെർമൽ പവർ സ്റ്റേഷൻ. അപ്പൊ അവിടെ എഴുതി കാണിച്ചത് നമുക്കത് കാണാൻ പറ്റില്ല. വലിയതാണ് കേട്ടോ, നല്ല വലിയ പോണ വഴിയാണ്. എല്ലായിടത്തും വാഗമണിന്റെ ഒരു ലെവല്. അതെ, ആ സൈഡൊക്കെ നല്ല രസമുണ്ട്. യൂക്കാലിപ്സ് തന്നെയാണ് അപ്പുറത്തും. ബിഗു അത് പറഞ്ഞോണ്ടിരിക്കായിരുന്നു, നമ്മുടെ മൂന്നാർ എത്തിയ പോലെ ഫീൽ ചെയ്യുന്നു. മൂന്നാർ ടച്ച് ഉണ്ട്. ഇത് ഇതാണ് രസം കേട്ടോ, നല്ല പുല്ലും അല്ലെ, നല്ല സൂപ്പർ. അങ്ങോട്ടൊക്കെ നല്ല കാഴ്ച. നമ്മുടെയൊക്കെ സമയം മാറി ഇപ്പൊ. അതെ, നമ്മുടെ കൊൽക്കത്ത സമയം. കാരണം പറഞ്ഞില്ലേ, അമ്മയുടെ മൊബൈല് നെറ്റ് ഇല്ലാത്ത. അപ്പൊ അമ്മയുടെ മൊബൈലില് 15 മിനിറ്റ് മുൻപായിട്ടാണ് കാണിക്കണത്. 5:20 കാണിക്കും. നമ്മുടെ ടൈമിൽ 5 കാണിക്കണത്. അപ്പോഴാണ് എന്തോ പറ്റും, നമ്മുടെ നെറ്റായിട്ട് കണക്ട് ആകുമ്പോൾ കൊൽക്കത്ത ടൈമായി. ഇത് അമ്മയുടെ ഇപ്പോഴും പഴയ ടൈം തന്നെയാണ്. അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ഉണ്ടാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ആലു പൊറോട്ടയാണ്. അതെ, നല്ല ടേസ്റ്റ്, അടിപൊളിയല്ലേ. ജാർഖണ്ഡിൽ നിന്നാണ്, ടേസ്റ്റ് ഉണ്ട്. ഇത് ആലു പൊറോട്ടയുടെ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഫ്രൈ പോലെ, പിന്നെ ഉരുളക്കിഴങ്ങ് കറി, പിന്നെ സവാള, പിന്നെ മാങ്ങ, അങ്ങനെയാണെന്ന് ഒരു സാധനം. കൊള്ളാം, അടിപൊളിയാണല്ലേ. നമ്മ വന്ന ഒഴിക്ക് ഓടിന് പകരം മറ്റേ പുട്ടുറ്റി പോലത്തെ സംഭവം അല്ലേ? അത് അറ്റം കാണിച്ച് കണ്ട, അറ്റം ഫുള്ളായിട്ടുള്ളതും പിന്നെ മറ്റേത് പകുതി പോലത്തെ. നല്ല രസമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വെച്ചിരിക്കണം. പിന്നെ നമ്മിപ്പോ ഫുഡ് കഴിച്ച് കേറി. ഫുഡിന് എത്രയാണെന്ന് പറഞ്ഞേ? ഫുഡിന് ആലു പൊറോട്ടയ്ക്ക് ആകെ 40 രൂപ. സൂപ്പർ. അതിൻ്റെ അകത്ത് ആലു പൊറോട്ടയുടെ കൂട്ടത്തില് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഫ്രൈ ചെയ്തൊരു സാധനം, ഉരുളക്കിഴങ്ങിന്റെ കറി, പിന്നെ സവാള, അച്ചാറ്. ഇത്രയും സാധനം ഇത്രയും കിട്ടാറില്ല. നല്ല അടിപൊളി അല്ലേ. കറി നമ്മുടെ സാധാരണ ഇതൊക്കെയാണ്, കേടൊക്കെയാണ് തരാറ്. പിന്നെ ഇത് ഈ മരങ്ങൾ കണ്ട, ഈ മരങ്ങൾ ഇവിടെ കുറെ കാണുന്നുണ്ട്. 2 വശത്തുണ്ട്. മരമാണത്. നല്ല സ്ഥലമുണ്ട് കാണാത്ത അമ്പഴങ്ങയുടെ ഒരു അമ്പഴങ്ങ മരത്തിന്റെ ഇല പോലെ തോന്നുന്നുണ്ട്, പക്ഷെ അമ്പഴങ്ങ അല്ല. പക്ഷെ ഇഷ്ടംമാര് കാണുന്നുണ്ട് ഈ സൈഡിലൊക്കെ ഈ മരങ്ങൾ.
ഗൈസ് അത് മാത്രല്ല ഇവിടുത്തെ പ്രത്യേകത. ആ മതില് കണ്ടോ നിങ്ങള്? മതിലൊക്കെ മണ്ണുകൊണ്ടുള്ള മതില് പോലത്തെ ഭിത്തികളൊക്കെ മണ്ണുകൊണ്ട് തന്നെയാണ്. ചാണകം മരത്തി ചാണകവും ഒരു പഴയ അന്തരീക്ഷം. ഭയങ്കര ഈ സൈഡ് മൊത്തം അങ്ങനെ കേട്ടോ. അതെ അതെ, നമ്മ കൊറേ നേരിട്ട് കാണുന്നുണ്ട്, കൊറേ പേര് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് ഇത് കൽക്കരിയാണ്. എല്ലാ ഹോട്ടലിന്റെയും ബാക്കില് കൽക്കരിയാണ്. അതെ, കൽക്കരി കൊണ്ടാണ് കൂടുതൽ അവര് റൊട്ടി ഉണ്ടാക്കാനും ആലു പൊറോട്ട ഉണ്ടാക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മ ഇപ്പൊ പോയ ഹോട്ടലും ഗ്യാസില്ല. അവിടെ ഗ്യാസില്ല നമ്മുടെ കൽക്കരി വെച്ചിട്ടാണ് പോണ അടുത്ത് അങ്ങോട്ടാ കുറെ ഉണ്ട്. ദൂരെ കാണുമ്പോ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ഏറ്റവും പ്രത്യേകത ബംഗാളില് കൂടുതൽ പേര് യൂസ് ചെയ്യണത് സൈക്കിളാണ്. അതേപോലെയാണ് ജാർഖണ്ഡുമാണിത്. സൈക്കിള് കുറെ പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് പെട്രോൾ ഡീസൽ വിലയൊന്നും മാറ്റം അവർക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അവരൊക്കെ പിടിച്ചേക്കണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മള് എല്ലാ സംഭവങ്ങളും ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് പിടിച്ചേക്കാൻ പറ്റണില്ല. ഇപ്പൊ പല ആ യുദ്ധം വന്നു കഴിഞ്ഞപ്പോഴൊക്കെ 3 രൂപ കൂടി, ഇനിയും വിലക്കയറ്റമൊക്കെ വരും. പ്രശ്നങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് ഇപ്പോഴും അവര് പഴയ ജീവിതം നയിക്കുന്നവരായതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഇതൊന്നും ബാധിക്കണില്ല എന്നുള്ളതാണ്. എന്തായാലും നോക്കാം. ദേവ്ഘറാണ് നമുക്ക് പോകേണ്ടത്. ജാർഖണ്ഡിലെ ഒരു ഗ്രാമത്തിലാണ് അല്ലേ? എന്ത് ചക്ക? ഇടിയൻ ചക്ക. അതെടുക്കാം, നമുക്ക് നോക്കാം. അറിയില്ല, നോക്കാം. എന്തേ കാണിച്ചേ നമ്മൾ ബാബാ ബദിയാനാഥിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്ത് മെയിൻ വഴി ഉണ്ട് കേട്ടോ. മെയിൻ വഴി ഉണ്ട്. നമ്മളൊരു ഡൽഹിയിലൂടെയാണ് നമ്മൾ പോണത്. തിരക്കുണ്ടെന്ന് പറയണ്ട, അവിടെ ചെന്നിട്ട് നോക്കാം. ഇപ്പം സമയം 10 മണി ആകുന്നു അല്ലേ? നമ്മുടെ കാശിയുടെ അതേ മോഡലാണ് ശരിക്കും വഴിയൊക്കെ കണ്ടിട്ട്. കാശി ഇപ്പം ഇത്തിരി കൂടി ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. പ്രിയദർശനത്തിന് 4 മണിക്കൂറാണ് പറയുന്നത്. 300 രൂപയുടെ ദർശനത്തിന് അരമണിക്കൂർ കൊണ്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് കയറേണ്ടത്. ഭയങ്കര തിരക്കാണ്. അതിന് 300 രൂപ അരമണിക്കൂർ കൊണ്ട് കയറാവുന്നതുകൊണ്ടാണ്. ഇവിടെ മൊബൈൽ അലൗഡ് ആണെന്നാണ് പറഞ്ഞത്. അതെ മൊബൈൽ അലൗഡ് ആണെന്നാണ്. ഓരോരുത്തരും ഓരോ കാർഡ് പിടിക്കുക. ഇത് മറ്റേ മെട്രോ സ്റ്റേഷൻ പോലെയാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മള് അമ്പലത്തിൽ കയറാൻ പോണ്ടാണ്. അതെ, 300-ന് ഇത്രയും ക്യൂ ഉണ്ട്. അപ്പൊ ഈ ദർശനത്തിന് ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാവണം. ബിക്കുവിൻ്റെ ഉറക്കമൊന്നും ശരിയായിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ണാക്കി ഇരിക്കുന്നതാണ്. രാത്രി 12 മണിയായി അവൻ എഡിറ്റൊക്കെ ചെയ്ത് കിടന്നപ്പോൾ. മോളിൽ കൂടിയാണ് പോകണത്. ഒരു 3/4 മണിക്കൂർ പറയുന്നുണ്ട് ദർശനത്തിന്. ആ ക്ഷേത്രം ഇല്ല, അവിടെ ഒരാൾ മോളിൽ നിന്ന് കയറി വന്നിട്ട് കാണുന്നത് പാർവതി ദേവിയുടെ ക്ഷേത്രവും റൈറ്റ് സൈഡില് മഹാദേവന്റെ ക്ഷേത്രവുമാണ്. ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു നൂല് പോലെ റെഡ് നൂല് പോലെ ബന്ധിപ്പിക്കുന്നത്. ആഹാരവും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈദ്യനാഥൻ്റെ ശിവലിംഗത്തിൽ ജലാർപ്പണം ചെയ്യരുതെന്നാണ് പൂജ ചെയ്തതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ചരിത്രമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യം ദീപ പറയുന്നുണ്ട്. ലങ്കാധിപതിയായ രാവണൻ ശിവഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് തൻ്റെ ശിരച്ഛേദനം ചെയ്യുകയാണ്. എല്ലാ ശിരസ്സും ഛേദിച്ച് കഴിഞ്ഞ് പ്രീതിപ്പെട്ട ഭഗവാൻ രാവണന് ശിരസ് തിരിച്ച് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വൈദ്യൻ്റെ രൂപത്തിൽ ശിവഭഗവാൻ പ്രീതിപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ അതാണ് ഈ ക്ഷേത്രത്തിന് വൈദ്യനാഥ ക്ഷേത്രം എന്ന് പേര് വന്നത്. അതിനുശേഷം
രാവണൻ ഈ ശിവലിംഗവുമായി ഇറങ്ങുകയാണ്. ഇതേ സമയം ദേവന്മാർക്ക് പേടിയായി തുടങ്ങി. കാരണം ലങ്കയിലേക്ക് ശിവഭഗവാൻ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ രാവണൻ്റെ ശക്തി കൂടും, പിന്നെ പല അനിഷ്ടതകളും സംഭവിക്കും. ഇത് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് എല്ലാവരും കൂടെ വിഷ്ണു ഭഗവാനെ സമീപിക്കുകയാണ്. വിഷ്ണു ഭഗവാൻ ഒരു ബാലൻ്റെ രൂപത്തിൽ, അതായത് വാമനാവതാരത്തിൽ ഈ ഭാഗത്ത് എത്തുകയാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ രാവണന് ഒരു മൂത്രശങ്ക ഉണ്ടാവുന്നു. മൂത്രശങ്ക ഉണ്ടാവുന്ന രാവണൻ ഇത് താഴത്ത് വെക്കാൻ പാടില്ലല്ലോ, അത് ആരെ ഏൽപ്പിക്കും എന്ന് നോക്കുമ്പോഴാണ് ഒരു ബാലകനെ കാണുന്നത്. ഈ ബാലകന്റെ കയ്യിലേക്ക് രാവണൻ ആ ശിവലിംഗത്തിനെ കൊടുത്തിട്ട് പറയുകയാണ്, ഇത് താഴത്ത് വെക്കരുത്, യാതൊരു കാരണവശാലും താഴത്ത് വെക്കരുത്, ഞാൻ ഇപ്പം തന്നെ വരാം എന്ന് പറയുകയാണ്. എന്നാൽ കുറച്ചു നേരം രാവണനെ നോക്കി നിന്ന ബാലകൻ രാവണനെ കാണാത്തത് കൊണ്ട് ആ ശിവലിംഗം അവിടെ വെക്കുന്നു. ഇത് അവിടെ ഉറച്ചു പോവുകയും ചെയ്യുന്നു. രാവണൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ബാലകനെ കാണുന്നില്ല, പകരം ശിവലിംഗം അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. രാവണൻ അത് എടുത്തുകൊണ്ട് പോകാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. കൈ ഇങ്ങനെ അമർത്തിപ്പിടിച്ച് എടുക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ആ വിഗ്രഹം, ആ ലിംഗം അവിടെ ഉറച്ചു പോകുന്നു. ആ സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ സ്ഥലം. നമുക്കിപ്പോഴും ആ ലിംഗത്തിന്റെ മുകളിലായിട്ട് രാവണന്റെ കൈ പതിച്ച ആ പാടുകൾ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ വെച്ച് പ്രിയദർശനമൊക്കെ ഒന്നിച്ചിട്ടുണ്ട്. ഇവിടെ താഴെയാണ് ഭഗവാനെ കാണണം. അത് കഴിഞ്ഞിട്ട് ഭഗവതി ദേവിനെ കാണാൻ പോകും. താഴോട്ടായിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെ കൂടി പോകുന്നുണ്ട്. അവിടെ തൊഴുതിട്ട് അപ്പുറത്തൂടി തൊഴിൽ നമ്മൾ ഇറങ്ങും. കഴിഞ്ഞിട്ട് ഞങ്ങളത് തിരിച്ച് പോവാണ് അല്ലേ ബിഗു? ഭയങ്കര തിരക്ക്, ഇല്ലാത്ത തിരക്ക്, ഭയങ്കരം. അതെ, ഭയങ്കര ഇടിയാണ്. അത് വെറുതെ അനാവശ്യമായിട്ട് ഇടി പിടിക്കുന്നുണ്ട്. അതെ അതെ അതെ, ഭയങ്കര രക്ഷയില്ല. അതായത് നമുക്ക് തൊട്ട് തൊഴാൻ പറ്റി അല്ലേ? നന്നായിട്ട് തൊഴാൻ പറ്റി. രാവണന്റെ കൈ പിടിച്ച സംഭവം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മളങ്ങനെ ജാർഖണ്ഡില് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഡീസൽ അടിക്കാൻ വന്നതിലാണ്. ഇവിടെ 95 രൂപ 42 പൈസയാണ്. ഇവിടെ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കും അല്ലേ? ഇവിടെയും ഫുൾ ടാങ്ക് അടിക്കണം. കാരണം ഇനിയിപ്പോൾ നമുക്ക് ആശയാണ്. പക്ഷേ UP-യിലാണ് പൈസ കുറവ്. ഇപ്പോൾ ഫുൾ ടാങ്ക് അടിക്കണം. എങ്ങാനും ഇന്നലത്തെ ഒരു പ്രശ്നം നമുക്ക് നമ്മുടെ മുൻപിലുണ്ട്, പണി കിട്ടരുതല്ല. ഫുൾ ടാങ്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ കാശിലെത്താനുള്ളതായി. സമാധാനമായിട്ട് നാളെ ഫുള്ള് നമുക്ക് കാശിയിൽ നമ്മുടെ വണ്ടിയല്ലാതെ ടുക്ടുക്കിലായിരിക്കും പോകണം. അവിടെയാണിപ്പോൾ ഇന്ന്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ജാർഖണ്ഡിൻ്റെ ബോർഡറിൽ കൂടി കയറി ജസ്റ്റ് ജാർഖണ്ഡ് ക്ഷേത്രത്തിൽ ദർശനം ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ബീഹാറിലേക്ക് കയറാൻ പോവാണ്. ബീഹാറിന്റെയും ഈ നമ്മുടെ ജാർഖണ്ഡിന്റെ ഇടക്കുള്ള ബോർഡറിൽ കൂടിയാണ് ഈ റോഡ് പോകുന്നത്. ഇത് ഇടക്കാണ്, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ജസ്റ്റ്. അപ്പൊ നമ്മള് ബീഹാറിലാണ്. ബീഹാറിൽ നമുക്ക് കഴിക്കാൻ കിട്ടി, സൂപ്പറാണ്. ഇതൊന്നും ഞങ്ങൾക്ക് തന്നില്ല, അത് ഇവർക്ക് തരില്ല, ഞങ്ങൾക്ക് മാത്രം സ്പെഷ്യലാണ്. നമുക്ക് ഇന്ന് കഴിക്കാനായിട്ടുള്ളത് ഏകദേശം പപ്പടം പോലത്തെ ഒരു സംഭവം, പിന്നെ പിന്നെന്താണിത്, വെണ്ടയ്ക്കാക്കറി ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, മസാല ഉണ്ട്, പിന്നെ നമ്മുടെ ചമ്മന്തി ഉണ്ട്, പിന്നെ ചീര പോലത്തെ എന്തോ സാധനം ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കാണാം. ഏതായാലും ഗ്രാൻഡ് ആയിട്ടാവും. പിന്നെ ദഹി ഉണ്ട്, കഴിച്ചിട്ട് കാണാം. നമ്മളിപ്പോൾ ബീഹാറിലൂടെയാണ് പോകുന്നത്. ഈ വഴി, അതെ, സിംഗിൾ വഴി. ഒരു ബസ് വന്നു. അപ്പുറത്തും ഇപ്പുറത്തും മൊത്തം പാടം മാത്രമാണ്, വേറെ ഒന്നുമില്ല. ബസ് വരുന്നു ശ്രീമംഗളം പോയി. നമുക്ക് പോവാം. അപ്പുറത്തും ഇപ്പുറത്തും പാടമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് ഉറക്കം വേണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിൽ ഉറങ്ങുന്നു. ഇതൊരു റോട്ടിലാണ്, നല്ല സുഖമുണ്ടെന്ന് കുറേ പേര് നോക്കിയായിരുന്നു. ഇപ്പം വണ്ടിക്കോണ ആൾക്കാരൊക്കെ നോക്കണ്ട്. നമ്മളപ്പോൾ ബീഹാറിലെത്തിയിരിക്കുകയാണ് അല്ലേ? നമ്മ ഇടക്ക് ബീഹാറിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെയും പുറത്തിറങ്ങി ജാർഖണ്ഡിലേക്ക് കയറി, അത് കഴിഞ്ഞിപ്പോ ബീഹാറിലേക്ക് പിന്നെ. അതെ. അപ്പൊ ഇനി നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്?
ഇനി 230 കിലോമീറ്റർ ഉണ്ടാവും. അതെ 230 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 9:30 9:30 അല്ലേ? ആ. ആ സമയമൊക്കെ നമ്മൾ എത്തും വാരണാസി. ബീഹാറല്ലല്ലോ. ഇല്ല, നമ്മളെത്തണത് വാരണാസിയാ പോണം. UP അതിന് മുമ്പ് കയറും. ഐസ് നോക്കിയേ എത്ര പേരാണ് അതിന്റെ മുകളിൽ കൂടി പോണെന്ന് നോക്കി. കേരളത്തിലാണെങ്കിൽ ഇതൊന്നും നടക്കൂല കേട്ടാ. ഭയങ്കര ഇതാണ്. നന്ദനക്കായിട്ട് വീഡിയോ കോളാണ് ഇവിടെ എല്ലാവരും. അപ്പൊ ഏതായാലും അവിടെ എത്തിയിട്ട് ഇനി കാണാം. അപ്പൊ നമ്മുടെ ഇന്ന് എത്രാമത്തെ സ്റ്റേറ്റ് ആണ് നമ്മള്? ഇന്നിപ്പോ 8ാമത്തെ സ്റ്റേറ്റ്. അതെ, ഇന്നത്തെ 4ാമത്തെ സ്റ്റേറ്റ്. 4ാമത്തെ സ്റ്റേറ്റ് ആണ് നമ്മളിപ്പോ കടക്കാൻ പോകുന്നത്. 3200 കിലോമീറ്റർ ആയി. അതെ അതെ 3200 കിലോമീറ്റർ. അപ്പൊ ഇപ്പൊ വാരണാസിക്ക് പോണ വഴിയാണ്. ഇപ്പൊ ഈ നദി കഴിഞ്ഞാല് ഒരു പാലത്തിന് മുകളിൽ കൂടിയാണ്. ഏകദേശം ഇപ്പൊ നോക്കട്ടെ, ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു. UP ആയി, ഉത്തർപ്രദേശ്. UP ആയി. അതെ, UP-ലോട്ട് കയറിയിരിക്കുകയാണ്. ഡീസലിന്റെ വില അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പൈസ കുറയും. വെൽക്കം ടു UP എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഉത്തർപ്രദേശ്. അതെ, വെൽക്കം ടു ഉത്തർപ്രദേശ്. 92 രൂപയാവും. 89 രൂപയായിരുന്നു. ഇപ്പൊ കൂടിയപ്പോ 92 രൂപ. നമ്മുടെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. വെൽക്കം ടു ഉത്തർപ്രദേശ്. അങ്ങനെ നമ്മൾ ഉത്തർപ്രദേശിലോട്ട് കയറിയിരിക്കുകയാണ്. ഡീസൽ അടിക്കണം. അതെ, ഇനി ഡീസൽ അടിക്കണം. ഫുൾ ടാങ്ക് അടിക്കണം. ഒരു 43-48 കിലോമീറ്റർ ഉള്ളു നമ്മുടെ ഹോട്ടലിലോട്ട്. നമ്മൾ നേരത്തെ പോയിട്ടുള്ള ഹോട്ടലാണ്. ഹോട്ടലല്ല, സത്രമാണ്. ശരി, സത്രം. ആശ്രമമാണോ? ആശ്രമമാണ്. ഞാൻ നേരത്തെ പോയിട്ടുണ്ടല്ലോ. ഞാൻ ഇതിനു മുമ്പൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആശ്രമത്തിന്റെ. അവിടെയാണ് നമ്മൾ താമസിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പമ്പിലോട്ട് കയറാം. അതെ, ഇന്ത്യൻ ഓയിലിന്റെ ഒരു പമ്പ് ഉണ്ട്, അവിടെ തന്നെ നോക്കാം. ശരി. അപ്പൊ നമ്മളങ്ങനെ UP-ലെത്തി. നമ്മുടെ ഇന്നപ്പന്റെ അവസ്ഥ അത് ഇന്നലെ ബംഗാളില് നല്ല മഴയത്ത് ഓടിച്ചല്ല. ഓടിച്ച അത് കഴിഞ്ഞ അപ്പൊ തന്നെ പൊടി. ഇനി നോക്കണം, നമുക്ക് നാളെ ഫുള്ള് റെസ്റ്റ് ആണ് ഇന്നപ്പന്. അതെ, ഇവിടുത്തെ വിലയാണ് നമുക്കിന്ന് കാണുന്നത്. UP-ലാണ്. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആകെ വില 90 രൂപയുള്ളൂ. 90 രൂപ 89 പൈസ. 3 രൂപ കൂടിയിട്ടാണ്. അതെ, 3 രൂപ കൂടിയിട്ടാണത്. അല്ലെങ്കിൽ 87 നിന്നേനെ. ഫുള്ളായി, ഏകദേശം ഫുള്ളായി. അപ്പം ഇനി ഏതായാലും നമുക്ക് നമ്മുടെ റൂമിലെത്തിയിട്ട് കാണാം. അങ്ങനെ കുറേ നേരത്തിന് ശേഷം അല്ലേ, ഭയങ്കര ഒരു വലിയ ട്രാഫിക്കിന് ശേഷം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു ട്രാഫിക്കിൽ നിന്നൊക്കെ കുറേ. അങ്ങനെ നമ്മളെ ആശ്രമത്തിലെത്തിയിരിക്കുകയാണ്. ഇന്നിവിടെയാണ്. അപ്പം ഇവിടെ വണ്ടി ഇടാനുള്ള സൗകര്യം. സത്യം പറഞ്ഞാൽ ചെറിയ വഴിയാണ് എല്ലാം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ പ്രശ്നം. ഇവിടെ നിന്നാണ് നമ്മൾ കുക്ക് ചെയ്യണം. പഴയ വീഡിയോ ഉണ്ട്, അത് ഞാൻ ഏതായാലും ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, നമുക്ക് കയറാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ആദ്യമായിട്ട് വാരണാസിയിലെത്തിയിട്ട് മാഗി ചെയ്യാൻ പോണത്. മാഗിയാണെന്ന് ചെയ്യാൻ പോണത്. കത്തിയിരിക്കുന്നു. ഇനി അപ്പോൾ മാഗി ചെയ്യാം അല്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ റൂമിൽ ഏതായാലും വന്ന് മാഗി ഉണ്ടാക്കി കഴിഞ്ഞ് മാഗി കഴിക്കണതാണ് എല്ലാവരും. കഴിച്ചിട്ട് വരാം.